നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സ്വീകാര്യതയും പ്രചാരണവും ഉറപ്പാക്കാൻ CPM സംസ്ഥാന കമ്മിറ്റിയുടെ രഹസ്യ നീക്കം. ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനങ്ങളുടെ തത്സമയ സംപ്രേഷണം വരുമ്പോൾ പാർട്ടി പ്രവർത്തകർ നിർബന്ധമായും ലൈക്കും കമന്റും ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPM സംസ്ഥാന കമ്മിറ്റി നൽകിയ ആഭ്യന്തര നിർദ്ദേശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചോർന്ന് വ്യാപകമായി ചർച്ചയാകുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഗ്രൂപ്പുകൾക്ക് മാത്രം കൈമാറിയ സർക്കുലറിലെ വിവരങ്ങളാണ് പുറത്തുവന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ലൈവ് വീഡിയോകൾക്ക് താഴെ UDF സൈബർ അണികൾ ബോധപൂർവം നെഗറ്റീവ് കമന്റുകൾ ഇടുന്നത് പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സമിതി ഈ അടിയന്തര ഇടപെടൽ നടത്തിയത്. പിണറായി വിജയൻ, CPM കേരള, CPM എറണാകുളം DC എന്നീ ഔദ്യോഗിക പേജുകളിൽ വരുന്ന ലൈവ് സ്ട്രീമുകളിൽ ഓരോ സഖാവും കുറഞ്ഞത് 2 പോസിറ്റീവ് കമന്റുകളെങ്കിലും രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. പാർട്ടിയിലെ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി ചുമതലകൾ നിർവഹിക്കുന്നവർ തങ്ങളുടെ പരിധിയിലുള്ള പ്രവർത്തകർ ഇത് ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായി ഉറപ്പുവരുത്തണമെന്നും ചോർന്ന സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. പാർട്ടിക്ക് കീഴിലുള്ള പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ ഗ്രൂപ്പുകളിലടക്കം സംസ്ഥാന കമ്മിറ്റിയുടേത് എന്ന രീതിയിൽ പങ്കുവച്ച നിർദ്ദേശങ്ങളാണ് പിന്നീട് പരസ്യമായത്. ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കണമെന്നും പാർട്ടി ഗ്രൂപ്പുകളിൽ മാത്രം നൽകണമെന്നും കീഴ്ഘടകങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ആഭ്യന്തര ഗ്രൂപ്പുകളിൽ നിന്ന് സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ സൈബർ ലോകത്ത് നിരന്തരം വിമർശിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് CPM സംസ്ഥാന കമ്മിറ്റിയുടെ ഈ നിർദ്ദേശം. അതേസമയം ജനങ്ങൾക്ക് മുന്നിൽ സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനായി മാത്രം രണ്ടാം പിണറായി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവാക്കിയത് 173 കോടിയിലേറെ രൂപയായിരുന്നു എന്ന കണക്കുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സർക്കാരിന്റെ ഔദ്യോഗിക വകുപ്പായ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് വഴി മാത്രം നൽകിയ പരസ്യങ്ങളുടെ കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം തൊട്ട് തന്നെ പരസ്യങ്ങൾക്കായി സർക്കാർ കോടികൾ പൊട്ടിക്കുന്നു എന്ന ശക്തമായ ആക്ഷേപം അന്ന് പ്രതിപക്ഷമായിരുന്ന UDF നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ ആ ആരോപണങ്ങളെ പൂർണ്ണമായി ശരിവെക്കുന്ന തരത്തിലുള്ള വൻ തുകയുടെ കണക്കുകളാണ് പുറത്തു വന്നത്. സമൂഹ മാധ്യമങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയതോടെ പരമ്പരാഗതമായ രീതികളിൽ നിന്ന് മാറി റീലുകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കാനും സർക്കാർ വൻതോതിൽ പണം വാരിയെറിഞ്ഞു. റീൽ വീഡിയോകൾക്കായി മാത്രം 37,34,800 രൂപയാണ് ഖജനാവിൽ നിന്ന് ചെലവിട്ടത്. റീലുകളിൽ മാത്രം ഈ പ്രചാരണം ഒതുങ്ങിയില്ല. ഇതിനു പുറമെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സർക്കാരിന് അനുകൂലമായ കണ്ടന്റുകൾ, വീഡിയോകൾ, ലേഖനങ്ങൾ എന്നിവ പ്രസിദ്ധീകരിക്കാനായി വേറെയും ലക്ഷങ്ങൾ ഒഴുക്കിയിട്ടുണ്ട്. ആ വകയിൽ മാത്രം ഖജനാവിന് നഷ്ടമായത് 1,56,70,246 രൂപയാണ്. ചുരുക്കത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ മാത്രം മുൻ സർക്കാരിന്റെ PR വർക്കുകൾക്കായി ഏതാണ്ട് 2 കോടിയോളം രൂപയാണ് പൊടിച്ചത്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിന്റെ നേട്ടങ്ങൾ വിളിച്ചോതുന്ന വലിയ ഹോർഡിങ്ങുകൾ നാട്ടിലെമ്പാടും സ്ഥാപിച്ചിരുന്നതും എല്ലാവരും കണ്ടതാണ്. ഈ ഹോർഡിങ്ങുകൾ സ്ഥാപിക്കാൻ മാത്രം ചെലവാക്കിയത് 7,61,23,724 രൂപയാണ്. ഈ ഹോർഡിങ്ങുകൾ വെക്കാൻ ഉപയോഗിച്ച തുകയുണ്ടായിരുന്നെങ്കിൽ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലൈഫ് മിഷൻ വഴി 100-ലേറെ കുടുംബങ്ങൾക്ക് പുതിയ വീട് വെച്ച് നൽകാമായിരുന്നുവെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിലും തെറ്റു പറയാനാകില്ല. എന്നാൽ ഇവിടെയും തീരുന്നില്ല പിണറായി സർക്കാരിന്റെ പരസ്യ കണക്കുകൾ. നിത്യനിദാന ചെലവുകൾക്ക് പോലും പണമില്ലാത്ത കട്ടപ്പുറത്തിരുന്ന KSRTC ബസ്സുകളിൽ സർക്കാരിന്റെ പോസ്റ്ററുകളും പരസ്യങ്ങളും പതിച്ച വകയിൽ 2,78,18,411 രൂപയാണ് ഒഴുക്കിയത്. ഇതിനെല്ലാമൊപ്പം വിവിധ മുൻനിര അച്ചടി ദൃശ്യമാധ്യമങ്ങളിൽ വൻതോതിൽ സർക്കാർ പരസ്യം നൽകാനായി 161,55,88,975 രൂപയും രണ്ടാം പിണറായി സർക്കാർ ചെലവഴിച്ചിരുന്നു.